മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിൽ. ഇനി അടുത്തതായി ഇശൽ മംഗലം റൗണ്ടിൽ നമുക്ക് വേണ്ടി പാടാനെത്തുന്നു ബാദുഷ. വാത്സല്യപ്പൂന്തളിരാണ് ഈ ഫാത്തിമ കലിപ്പുലി തങ്ങൾ വന്നിണയാകും രാവാണ്. ബീബി ഖദീജ പെറ്റു വളർത്തിയ വാത്സല്യപ്പൂന്തളിരാണ് ഈ ഫാത്തിമ കലിപ്പുലി തങ്ങൾ വന്നിണയാകും രാവാണ്. റസൂലും ലാളിച്ച് പോറ്റിയൊരരുമക്കനിയാണ്. റസൂലും ലാളിച്ച് പോറ്റിയൊരരുമക്കനിയാണ്. ഫാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ്. ഫാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ
നടിമുടി പൊന്നും മിന്നും മുത്തൊളി ഫാത്തിമാക്കില്ല മണിയറ മെത്തേം വെറ്റില പാക്കും ആരനലിക്ക് കൊടുത്തില്ല മിന്നും നടിമുടി പൊന്നും മിന്നും മുത്തൊളി ഫാത്തിമാക്കില്ല മണിയറ മെത്തേം വെറ്റില പാക്കും ആരനലിക്ക് കൊടുത്തില്ല മുസ്തഫ നബിയിൽ സ്വന്തം മോൾക്ക് കൊടുക്കാനൊന്നുമിരുന്നില്ല മുസ്തഫ നബിയിൽ സ്വന്തം മോൾക്ക് കൊടുക്കാനൊന്നുമിരുന്നില്ല ഫാത്തിമുലംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവി തൻ കാനോത്തിന്നാണ് ഫാത്തിമുലംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവി തൻ കാനോത്തിന്നാണ് തന്നാര മെഹമൂദിൻ തന്മണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് സുൽത്താൻ ബാദുഷാ ഹായ്. അസലായിട്ട് പാടി. ഇത് ഇശൽ മംഗലം റൗണ്ട് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ റൗണ്ടില് ഒരു വെറൈറ്റി സോങ് ആയിരുന്നു ഇത്. ശരിക്കും താളവും അതിന്റെ ട്യൂണും ഒക്കെ ഒരു പ്രത്യേകത തോന്നി. നല്ല അസലായിട്ട് പാടി മോൻ. താങ്ക് യു. പ്ലാൻസ് ഒക്കെ ഇങ്ങനെ കയ്യിലും തൊണ്ടയിലും ഒരുമിച്ച് കേൾക്കാനും പറ്റി. താങ്ക് യു. എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ലാതെ പാടി. പിന്നെ ഒരു സുൽത്താന്റെ ലുക്ക് കേട്ടോ, താങ്ക് യു. അസലായിട്ട് ചപ്പലും ഡ്രസ്സും സൂപ്പർ. താങ്ക് യു. ഇതാരാ വാങ്ങിച്ചത്? ടീച്ചറാണ്. ടീച്ചറാണോ വാങ്ങിച്ചത്? എന്നിട്ട് എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേ? ടീച്ചറാണോ വാങ്ങിച്ചത്? ഏത് ടീച്ചറാണ് വാങ്ങിച്ചത്? അറബിക്ക്. അറബി ടീച്ചർ. ടീച്ചറിന്റെ പേരില്ലേ? എന്താ? ജമീല ടീച്ചർ. ജമീല ടീച്ചർ ആണോ? അപ്പൊ ജമീല ടീച്ചർക്ക് എന്തായാലും ജമീല ടീച്ചറുടെ സെലക്ഷൻ അടിപൊളി. സൂപ്പർ ആയിട്ടൊരു സുൽത്താന്റെ പോലെ നിന്ന് പാട്ടൊക്കെ പാടി. ഇനി നമുക്ക് പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഫൈസൽ സാർ, താങ്ക് യു. ബാദുഷാ, ഹായ്. ഇതെന്താണ് കാണുന്നത്? ഇത്ര ചിരിയുള്ളൂ അല്ലെ? എന്ത് സംഭവിച്ചാലും ഈ ചിരിയിലാണ് ഞങ്ങൾ ഒതുക്കുന്നത്. നമുക്ക് കമന്റ്സ് കേൾക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചു വെക്കാം. സർ, ബാദുഷാ, ഹായ്. ഒരു കല്യാണപ്പാട്ട് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ഈ ഒരു പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഈ പരിപാടിക്ക് വേണ്ടി പഠിച്ചതാണ് അല്ലേ? അതെ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം കല്യാണപ്പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഒരു കല്യാണത്തിൻ്റെ ഒരു മൂഡിൽ പാടണം എന്നുള്ളതാണ്. അത് നല്ല അത് ഏറ്റവും കറക്റ്റായ ഒരു തിരഞ്ഞെടുപ്പാണ് മോൻ ചെയ്തത്. താങ്ക് യു. പിന്നെ പാട്ടിനെ സംബന്ധിച്ച് ഞാൻ എന്താ പറയേണ്ടത് ഞാൻ അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ റൗണ്ടിൽ ബാദുഷയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഏത് പാട്ടിലാണ്? ഭക്തിഗാനത്തിൽ. അതെ. ബാദുഷാക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു. പിന്നെയാണ് ബഹുഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലേ തെരഞ്ഞെടുപ്പിലൊക്കെ. 5000 വോട്ടിന് ജയിച്ച ആള് പിന്നെ 2000 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെടുക അടുത്ത തിരഞ്ഞെടുപ്പിൽ. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന് ജയിച്ച പോലെ. ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത്. ഒരു ചാലഞ്ചായിട്ട് എടുത്താണ്. അപ്പോൾ ആ മാർക്ക് കുറഞ്ഞപ്പോൾ ഇത് ഞാനിങ്ങനെ അതേ നേരത്തെ ഞാനിത് എന്തായാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു തോന്നിയോ? ഒരു വെല്ലുവിളിയെ സ്വീകരിച്ചാ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഒരു പാട്ടുകാരന് വേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഷാൻ സർ. മോനെ, എടാ എൻ്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. നീ പാടിയപ്പോ ഒരു ലഡ്ഡു അല്ല, ലഡ്ഡുകൾ ഇങ്ങനെ പെടപെടാന്ന് ഇങ്ങനെ പൊട്ടുകയായിരുന്നു ഓരോ സമയത്തും. അപ്പൊ അത് എൻ്റെ മോൻ എപ്പോഴെങ്കിലും പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവനിപ്പോൾ 2 വയസ്സേ ഉള്ളൂ, ഇതുപോലെ പാടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാക്കിലൊന്നും അല്ല കാര്യം, ബാദ്ഷാ നമുക്ക് തരുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് മാത്രമല്ല ഞാൻ പറയുന്ന ഈ ഒരു ഷോ കാണുന്ന എല്ലാവർക്കും, അവർക്ക് ഈ ഒരു ഷോയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അത് ഒരു എത്രത്തോളം കുട്ടികളൊക്കെ സിൻസിയർ ആണെന്നുള്ളത് എല്ലാവരും ഈ ഒരു ഷോയിൽ എത്രത്തോളം സിൻസിയറിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതിന് ബാദ്ഷാ കൂടി ഒരു ഘടകമാണ്. താങ്ക് യു. ഞാൻ അങ്ങോട്ടാ താങ്ക് യു പറയാം. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി. ബാദു അടിപൊളിയായിരുന്നു. ബാദു പറഞ്ഞ തന്നെയാണ് അതിന്റെ കറക്റ്റ്. ശരിക്കും ഒരു മുഖത്തൊന്നും, പിന്നെ ഫസ്റ്റ് സോങ്ങിലാണ് ആ മാർക്സ് ഇത്തിരി
കുറഞ്ഞത്. അതൊരു ടഫായിട്ടുള്ളൊരു സോങ് തന്നെയായിരുന്നു. എന്നാലും ബാദുവിന് അത് പാടായിരുന്നു. പിന്നെ ആ ഒരു ചില മിസ്റ്റേക്കുകൾ നമുക്ക് ചില സമയത്ത് വരും. മാർക്സിൻ്റെ ആ ഒരു പ്രശ്നം, ചില പ്രശ്നങ്ങൾ പിച്ചിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഒക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പക്ഷെ ടോട്ടലൊന്നും ഒരു മാർക്സ് അങ്ങനെ താഴോട്ട് പോയിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബാദുവിന് ഏത് പാട്ടിലായിരിക്കും, എന്ത് കിടിലായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴുള്ളൊരു ചെറിയൊരു പ്രശ്നമാണ് സംഭവിച്ചു. താങ്ക് യു രേണു ചേച്ചി. ഹംസക്ക. ബാദുഷ ഹായ് വളരെ നന്നായി പാടി. താങ്ക് യു. ഓർക്കസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗംഭീരമായി. ഞാൻ എത്രയോ കാലമായി ഈ രംഗത്ത് ഗാനമേള, പിന്നെ മ്യൂസിക് ക്ലാസ് ഇങ്ങനെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുന്നൊരു കുട്ടി ഞാനിപ്പോൾ കണ്ടിട്ടില്ല, ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇനി ഉണ്ടാകാം. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. മോനെ ഇനിയും നന്നായി പാടട്ടെ, ഇതുപോലെ തന്നെ നന്നായി എല്ലാ ഗാനങ്ങളും പാടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. എന്താ കേട്ടിട്ട് തോന്നിയേ? സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമായില്ലേ? ഇച്ചിരി സന്തോഷമായുള്ളോ? ഇത്തിരി സന്തോഷമായുള്ളോ? അല്ല, കുറേ സന്തോഷമായോ? ആയോ? എന്നാ നമുക്ക് ചോദിച്ചു നോക്കാം മാർക്ക്. ഫൈസൽ സർ, എത്ര മാർക്കാ ബാദുഷയ്ക്ക് കൊടുക്കുന്നത് 30-ൽ? നമ്മളെ ഈ മാർക്കിൻ്റെ ഒക്കെ ഒരു റേഞ്ച് ഒരു ശരാശരി, അല്ലെങ്കിൽ വളരെ ഉയർന്നത്, ശരാശരിയിൽ താഴ്ന്നതെന്നൊക്കെ പറയാറുണ്ട്. ഈ മാർക്കൊക്കെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ 29 തന്നെ. താങ്ക് യു സർ. 30-ൽ 29 മാർക്കാണ് ഫൈസൽ സാർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രേണു ചേച്ചിയുടെ മാർക്ക് അറിയാം. രേണു ചേച്ചി. ഞാനും 29 തന്നെ. 30-ൽ 29 മാർക്ക്. ടോപ്പ് മാർക്കാണ് കിട്ടുന്നത് അല്ലേ? ഇനി ഷാൻ സാറിന്റെ മാർക്ക് ചോദിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഒരു മാർക്ക് കുറയ്ക്കാണ്. എവിടുന്ന് 30-ൽ നിന്ന് 29. താങ്ക് യു സർ. 30-ൽ 29 മാർക്ക്. 29 മാർക്ക് കിട്ടി അല്ലേ? ഇനി 10-ൽ എത്ര മാർക്കാ ഹംസ സാറ് നൽകുന്നതെന്ന് നോക്കാം. ഹംസക്ക. എൻ്റെ അടുത്തുള്ളത് എത്ര മാർക്കാണെന്ന് അറിയാലോ. 1 കുറച്ചാലും 2 കുറച്ചാലും ഒന്നും സംഗതി ശരിയാവില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തൂല. അപ്പോൾ എൻ്റെ അടുത്തുള്ള മാർക്കിൽ മുഴുവനും ഞാൻ 10. അപ്പോൾ 10-ൽ 10 മാർക്കാണ് നമ്മുടെ ഹംസ സാറ് നൽകിയിരിക്കണേ. അപ്പൊ ടോട്ടൽ മാർക്ക് 100-ൽ 97 മാർക്ക്. കൺഗ്രാറ്റ്സ് മോനെ. താങ്ക് യു. ഇനിയും എന്താ പറയാ, ഈ അതിനു ലെവൽ മുമ്പ് ഒരു കാര്യം കൂടെ, ഞാൻ എന്തായാലും എനിക്ക് പരിചയമുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് പ്ലേ ബാക്കിൽ. അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ലൈവ് പെർഫോമൻസിലൊക്കെ ആയാലും എവിടെയാണെങ്കിലും പ്ലാൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നിക് ഉണ്ട്. അതൊരു singing tip കൂടിയാണ് അല്ലേ? ഈ ഒരു ടിപ്പ് ഞാൻ പറയും. കൈയുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താ മോനെ, പ്രത്യേകിച്ച് എന്തെങ്കിലും തൈലം എന്തെങ്കിലും തേക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? അതൊന്ന് കാണിച്ചോടാ. നീ അതൊന്നും കാണിച്ചിട്ടൊന്ന് ബാദുഷ മുമ്പ് ഇവിടെ ഫസ്റ്റ് നമ്മുടെ 14-ാം രാവിന്റെ 1-ാമത്തെ എപ്പിസോഡ് പാടിയ പാട്ട് ഏതാണ്? ലബേക്ക് പാടുന്നു. സംഗീതം ചെയ്താലാണ് പുല്ലാങ്കോട് ഹംസഖാൻ. അത് തന്നെ പാടിക്കോ. ലബ്ബൈക പാടുന്നു, ജനകൊടിയടങ്കലും ഉടയോനടടുക്കുന്നു. ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലുരുകിക്കൊണ്ട് ജബോധി നടക്കുന്നു. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടുത്തിടുന്നേ. റബ്ബിൻ ഉദിപത്ത് നളർത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരുത്തനെ തേടി നിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. അതാണ് സംഭവം. അതായത് സി ഇവിടുന്ന്, ഡി ഇവിടുന്ന്, ഇ ഇവിടുന്ന്. മോനെ ഒന്നും പറയാനില്ല. സൂപ്പർ. താങ്ക് യു സർ. അപ്പോൾ ഇനിയും ഇവരൊക്കെ പറഞ്ഞു ഇപ്പൊ ടോപ്പ് മാർക്കിലാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ട് താഴത്തേക്ക് പോരേ ചെയ്യരുത് അല്ലേ? ഒരു സോങ്ങിന് ഒരു എപ്പിസോഡിലാണ് നമുക്കത് പറ്റിയത് അല്ലേ? പക്ഷെ ടോപ്പ് മാർക്കായിരുന്നു. എന്നാലും ബാദുഷയുടെ ആ ലെവലിൽ നിന്ന് ഒരു ഇച്ചിരി താഴെ പോകുന്നു തോന്നി. അപ്പൊ ഇനിയുള്ള പെർഫോമൻസിലൊക്കെ ഇനിയും മുകളിലേക്ക് പോവാ. ഓക്കെ മോനെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ബാദുഷാ, 97 മാർക്സ് അടിച്ചെടുത്തോണ്ടുള്ള വരവാണല്ലേ? എന്താ പറയാനുള്ളേ? ആദ്യമായിട്ട് ഞാൻ അള്ളാഹിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പാട്ട് പഠിപ്പിക്കുന്ന ഹനീഫ മുടിക്കോടാണ് ഈ പാട്ട് തന്നത്. പാട്ട് പാടി
സെലക്ട് ചെയ്തത് Select ചെയ്തത് അദ്ദേഹമാണ് അല്ലേ? പഠിപ്പിച്ച് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അപ്പൊ ബാദുഷ അടുത്ത സുൽത്താൻ ആവാനുള്ള എല്ലാ പരിശ്രമത്തിലാണ്. ആ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. സോ അടുത്ത പെർഫോമൻസ് താങ്ക് യു.